നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ബ്രഹ്മദാസ്. SEOയുമായിട്ട് ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SEO ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്കും അത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള SEO റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ഏരിയയിൽ വരുന്ന കുറച്ച് വീഡിയോസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് .htaccess എന്ന് പറയുന്ന നമ്മൾ SEO ചെയ്യുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫയലിനെ പറ്റിയാണ്. നമ്മുടെ വെബ്സൈറ്റിനകത്ത് റൂട്ട് ഡയറക്ടറിക്കകത്ത് .htaccess എന്ന് പറയുന്ന ഒരു ഫയല് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് SEO ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പല ഉപയോഗങ്ങൾ നമ്മളതിനകത്ത് പറയുമ്പോൾ കൂടുതലും റീഡയറക്ഷൻസ് പോലെയുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു ഹിഡൻ ഫയലാണ് .htaccess ഫയൽ. നമ്മൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഒരു ലിനക്സ് സെർവറിലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വെബ്സൈറ്റിൻ്റെ cPanel ലോഗിൻ ചെയ്ത് അതിൻ്റെ പബ്ലിക് HTML ഫോൾഡറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് .htaccess ഫയൽ എന്ന് പറയുന്ന ഫയൽ കാണാൻ പറ്റുന്നതാണ്. ഈ ഫയലിൻ്റെ പ്രത്യേകത ഇതൊരു ഹിഡൻ ഫയലാണ് എന്നുള്ളത് കൊണ്ട് ഹിഡൻ ഫയൽസ് ഷോ ചെയ്യുന്ന സെറ്റിങ്സ് ഇനേബിൾ ചെയ്താൽ മാത്രമേ നമ്മുടെ വെബ്സൈറ്റിൻ്റെ റൂട്ട് ഡയറക്ടറിക്കകത്ത് cPanelനകത്ത് റൂട്ട് ഡയറക്ടറിക്കകത്ത് അഥവാ പബ്ലിക് HTML ഫോൾഡറിനകത്ത് ഇത് കാണാൻ സാധിക്കുകയുള്ളൂ. ഇത് നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്കകത്തുള്ള കണ്ടന്റ്. ഒന്നാമത്തേത്, നമ്മുടെ വെബ്സൈറ്റിനകത്തുള്ള URL റിസോൾവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ റിസോൾവ് ചെയ്യാനുള്ള കോഡ് ആഡ് ചെയ്യുന്നത് ഈ .htaccess ഫയലിനകത്താണ്. ഇതിനു മുമ്പേ .htaccess ഫയൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന URL റിസോൾവ് എന്ന് പറയുന്ന ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പബ്ലിഷ് ചെയ്തിരിക്കുന്ന വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് ചാനലിനകത്ത് ഇതിനു മുമ്പേയുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാനിവിടെ വീഡിയോയ്ക്കകത്ത് തന്നെ ഉറപ്പായിട്ടും അതിൻ്റെ കാർഡ് ആഡ് ചെയ്യും. അപ്പോൾ .htaccess ഫയൽ നമ്മൾ SEO ചെയ്യുന്ന സമയത്ത് വെബ്സൈറ്റിനകത്ത് ടെക്നിക്കലി ഉപയോഗിക്കുന്ന ചില ഏരിയാസിനെ പറ്റിയാണ് ഈ വീഡിയോയ്ക്കകത്തുനിന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, URL റിസോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ റീഡയറക്ഷൻ കോഡ്, പെർമനൻ്റ് ആയിട്ടുള്ള റീഡയറക്ഷൻ കോഡ് ആഡ് ചെയ്യുന്നത് .htaccess ഫയലിനകത്താണ്. രണ്ടാമത്തേത്, നമ്മുടെ വെബ്സൈറ്റിനകത്തുള്ള അസറ്റുകൾ കംപ്രസ് ചെയ്യാനായിട്ടുള്ള നമ്മൾ കോഡ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ആഡ് ചെയ്യുന്നത് .htaccess ഫയലിനകത്താണ്. നമ്മുടെ അസറ്റുകൾ കംപ്രസ് ചെയ്യാനുള്ള അഥവാ gzip കംപ്രഷൻ പോലെയുള്ള ടെക്നോളജി നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലോഡിംഗ് ടൈം മെച്ചപ്പെടുത്താൻ പറ്റും. അത് SEOയ്ക്ക് വളരെ ഗുണകരമാണ്. എപ്പോഴും നമ്മൾ വെബ്സൈറ്റിൻ്റെ SEO ചെയ്യുമ്പോൾ വെബ്സൈറ്റിനെ കൃത്യമായിട്ട് ഗൂഗിളിന് ക്രോൾ ചെയ്ത് മനസ്സിലാക്കാൻ പാകത്തിന് അറേഞ്ച് ചെയ്യുന്നത് പോലെ തന്നെ വെബ്സൈറ്റിലെത്തുന്ന യൂസേഴ്സിന് കൃത്യമായിട്ട് വെബ്സൈറ്റിനകത്തുള്ള അവരുടെ എക്സ്പീരിയൻസ് നല്ലതാക്കാൻ വേണ്ടി ആ വെബ്സൈറ്റ് വളരെ ക്വിക്കായിട്ട് ലോഡായി കിട്ടുക, കൃത്യമായിട്ട് എല്ലാ ബ്രൗസറിനും കമ്പാറ്റബിൾ ആവുക, അവരുപയോഗിക്കുന്ന എല്ലാ ഡിവൈസുകളും മൊബൈലിനകത്തായാലും ലാപ്ടോപ്പിനകത്തായാലും കമ്പ്യൂട്ടറിനകത്തായാലും കൃത്യമായിട്ട് അവർക്ക് ഓപ്പണാക്കി യൂസ് ചെയ്യാൻ പറ്റുക, അങ്ങനെ യൂസർ ഫ്രണ്ട്ലിനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. നമ്മുടെ വെബ്സൈറ്റ് ഡിവൈസ് കമ്പാറ്റബിളും ബ്രൗസർ കമ്പാറ്റബിളും ഒക്കെ ആയാൽ മാത്രമേ സെർച്ച് എഞ്ചിനകത്ത് നല്ല രീതിയിലുള്ള റാങ്കിങ് പെർഫോമൻസ് കാണിക്കൂ എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം ഗൂഗിൾ ഇതിനനുസരിച്ചുള്ള ആൽഗോരിതം ചേഞ്ചസ് നടത്തിയിട്ടുണ്ട്. ഒരു വെബ്സൈറ്റ് മൊബൈൽ ഫ്രണ്ട്ലി അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ റാങ്കിങ് നല്ല രീതിയിൽ പെർഫോം ചെയ്യണം എന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിനകത്ത് നമ്മളുടെ അസറ്റുകൾ കംപ്രസ്ഡായി സെർവറിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന മെക്കാനിസമാണ് gzip കംപ്രഷൻ. ഇത് നമ്മളെ വെബ്സൈറ്റിനകത്ത് ഇനേബിൾ ചെയ്യുന്നത് വഴി നമ്മുടെ വെബ്സൈറ്റിൻ്റെ അസറ്റുകൾ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുന്ന യൂസറിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് സെർവറിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പേ അത് സിപ്പ് ചെയ്ത് അഥവാ കംപ്രസ് ചെയ്തായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക. അങ്ങനെ കംപ്രസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന മെക്കാനിസം അഥവാ gzip കംപ്രഷൻ ഇനേബിൾ ചെയ്യുന്നതിലേക്ക് വേണ്ടി നമ്മൾ ഒരു ലിനക്സ് പ്ലാറ്റ്ഫോമിലുള്ള വെബ്സൈറ്റിനകത്ത് .htaccess ഫയലിനകത്ത് അതിൻ്റെ കംപ്രസ് ചെയ്യാനുള്ള കോഡ് ആഡ് ചെയ്യുന്നുണ്ടാകും. അങ്ങനെ ആഡ് ചെയ്യുന്നത് വഴി വെബ്സൈറ്റിൻ്റെ ലോഡിംഗ് ടൈം വളരെ ക്വിക്കാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ഉദാഹരണത്തിന് നമ്മുടെ വെബ്സൈറ്റിന് ഉപയോഗിക്കുന്ന അസറ്റുകളുടെ ഫയലുകളുടെ സൈസ് അനുസരിച്ച് ചിലപ്പം 10 സെക്കൻഡ്സോ 8 സെക്കൻഡോ ഒക്കെ ഓപ്പൺ ആകാൻ വേണ്ടി എടുത്തിരുന്ന ഒരു വെബ്സൈറ്റിനെ gzip കംപ്രഷൻ എനേബിൾ ചെയ്യുന്നത് വഴി അത് 2 സെക്കൻഡ്സ് അല്ലെങ്കിൽ 1 സെക്കൻഡിലൊക്കെ ലോഡ് ചെയ്യുന്ന രീതിയിൽ ആക്കി മാറ്റാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ കോഡ് ആഡ് ചെയ്യുന്നത് .htaccess ഫയലിനകത്താണ്. ഇപ്പോൾ URL റിസോൾവ് ആഡ് ചെയ്യുന്നതിലേക്കുള്ള റീഡയറക്ഷൻ കോഡ് ആഡ് ചെയ്യുന്നത് .htaccess ഫയലിനകത്താണ്. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിനകത്ത് gzip കംപ്രഷൻ അഥവാ അസറ്റ് കംപ്രഷൻ ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള കോഡ് ആഡ് ചെയ്യുന്നതും .htaccess ഫയലിനകത്താണ്. ഇതുപോലെ ലിവറേജ് ബ്രൗസർ ക്യാഷ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഇനേബിൾ ചെയ്യുന്നെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഒരിക്കൽ വിസിറ്റ് ചെയ്യുന്ന വിസിറ്റർ
റീവിസിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടുത്തൊരു റീവിസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് വളരെ ക്വിക്കായിട്ട് അവർക്ക് ലോഡാകുന്ന വിധത്തിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ അസറ്റ് ഫയലുകൾ അവരുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ടെമ്പററി ഇൻ്റർനെറ്റ് ഫോൾഡറിനകത്ത് എത്ര സമയം നിലനിൽക്കണം, അത് ക്യാഷ് ക്ലിയർ ആകാതെ എത്ര സമയം എക്സ്പയർ ആവാതെ നിൽക്കണം എന്ന് നമുക്ക് തന്നെ അതിൻ്റെ ടൈം കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഇനേബിൾ ചെയ്യുന്നത്, അതിനുള്ള കോഡ് ആഡ് ചെയ്യുന്നതും .htaccess ഫയലിനകത്താണ്. അപ്പോൾ നമ്മൾ .htaccess ഫയൽ ടെക്നിക്കലി ഒരു വെബ്സൈറ്റിൻ്റെ SEO ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും എന്നുള്ളതിനെ പറ്റി അറിഞ്ഞിരിക്കണം. URL റിസോൾവ് ചെയ്യാൻ, GZIP കംപ്രഷൻ എനേബിൾ ചെയ്യാൻ, അതുപോലെ തന്നെ ലിവറേജ് ബ്രൗസർ ക്യാച്ച് എനേബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൻ്റെ കോഡ് ആഡ് ചെയ്യുന്നതും .htaccess ഫയലിനകത്താണ്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ പഴയകാല ഫയലുകളിൽ URL ചേഞ്ച് വരികയോ നമ്മൾ ഏതെങ്കിലും പേജിൻ്റെ URL അഥവാ ഫയൽ നെയിം നമ്മൾ ചേഞ്ച് ചെയ്ത് പുതിയതാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള റീഡയറക്ഷൻ ആഡ് ചെയ്യുന്നതും .htaccess ഫയലിനകത്താണ്. അപ്പോൾ നമ്മൾ പെർമനൻ്റ് ആയിട്ട് റീഡയറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു SEOയ്ക്കകത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. 301 പെർമനൻ്റ് റീഡയറക്ഷൻ വെബ്സൈറ്റിനകത്ത് നമ്മൾ ചെയ്യാറുണ്ട്. പഴയ ഏതെങ്കിലും URLകൾക്ക് മാറ്റം വരികയോ അത് മാറി പുതിയ URL ആവുകയോ. ഉദാഹരണത്തിന് നമ്മുടെ വെബ്സൈറ്റ് നേരത്തെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് ഒരു HTML ഫയൽ ഫോർമാറ്റിലുള്ള ഒരു സ്റ്റാറ്റിക് സൈറ്റ് ആയിരുന്നു. അത് റീസെൻ്റ് ആയിട്ട് അതിനെ PHP സൈറ്റ് ആക്കുകയോ അല്ലെങ്കിൽ വേർഡ്പ്രസ് ആക്കുകയോ CMS ആക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പഴയ URLസിനെ നമുക്ക് പെർമനൻ്റ് റീഡയറക്ഷൻ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് എഴുതുന്നതും അതിൻ്റെ കോഡ് എഴുതി കൊടുക്കുന്നതും .htaccess ഫയലിനകത്താണ്. അപ്പോൾ നമ്മൾ .htaccess ഫയൽ ടെക്നിക്കലി SEO ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വെബ്സൈറ്റിനകത്ത് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഇതുവരെ വീഡിയോയ്ക്കകത്ത് ചർച്ച ചെയ്തത്. .htaccess ഫയലുമായിട്ട് ബന്ധപ്പെട്ടുള്ള 1-2 കാര്യങ്ങളും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ നല്ലതാണ്. .htaccess ഫയൽ ഹിഡൻ ഫയലായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ വെബ്സൈറ്റിൻ്റെ റൂട്ട് ഡയറക്ടറിക്കകത്തായിരിക്കും .htaccess ഫയൽ ഉണ്ടാവുക. അത് ഹിഡൻ ഫയലായിരിക്കും. നമ്മുടെ cPanലിനകത്തുള്ള ഫയൽസ് ഷോ ചെയ്യാനുള്ള ഹിഡൻ ഫയൽസ് ഷോ ചെയ്യാനുള്ള മെക്കാനിസം അല്ലെങ്കിൽ സെറ്റിങ്സ് ഇനേബിൾ ചെയ്താൽ മാത്രമേ .htaccess ഫയൽ നമുക്ക് വിസിബിൾ ആകത്തുള്ളൂ. ഇനി .htaccess ഫയലിൻ്റെ വേറെ 1-2 പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത് ഹിഡൻ ഫയലായിട്ട് നിലനിർത്തുന്നത്, നമ്മുടെ സെർവറിനകത്ത് എന്തുകൊണ്ടാണ് .htaccess ഫയൽ ഹിഡൻ ഫയലാക്കി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റ് ലോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കാൻ ശ്രമിക്കുന്ന ഒരു യൂസറിൻ്റെ റിക്വസ്റ്റ് സെർവറിലേക്ക് എത്തുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യപ്പെടുന്ന ഫയൽ കൂടിയാണ് .htaccess ഫയൽ. വളരെ പ്രധാനപ്പെട്ട ഫയൽ ആയതുകൊണ്ട് ആ .htaccess ഫയൽ ചെക്ക് ചെയ്ത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ, വെബ്സൈറ്റ് www ചേർത്ത് ഓപ്പൺ ആക്കണമോ, www ചേർക്കാതെ ഓപ്പൺ ആക്കണോ, അതുപോലെ തന്നെ വെബ്സൈറ്റിൻ്റെ ഏതെങ്കിലും URLs റീഡയറക്റ്റ് ചെയ്യണമോ, അല്ലെങ്കിൽ പെർമനൻറ്റ് റീഡയറക്ഷൻ ആണോ, ടെമ്പററി റീഡയറക്ഷൻ ആണോ, അതുപോലെ അല്ലെങ്കിൽ അതിൻ്റെ അസറ്റ്സ് കംപ്രസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യണമോ, ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ തുടക്കത്തിലെ തന്നെ സെർവറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതും .htaccess ഫയലിനകത്തുള്ള നിർദ്ദേശങ്ങൾ വഴിയാണ്. അപ്പോൾ .htaccess ഫയൽ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ഫയലാണ്. അതുകൊണ്ട് അത് ഹിഡൻ ഫയലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഫയലിനകത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് നമ്മൾ വരുത്തുമ്പോൾ അല്ലെങ്കിൽ സാധാരണ ഫയലുകൾ ചേഞ്ച് വരുത്തുന്ന അനുസരിച്ച് ആ ഫയലിനകത്തൊരു ചെറിയ തെറ്റായിട്ടുള്ള ഒരു എറർ വരികയോ അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻ ആ ഫയലിനകത്ത് വരികയോ അത് ആ എൻ്റെ വെബ്സൈറ്റിൻ്റെ ലോഡിങ്ങിനെയും വർക്കിങ്ങിനെയൊക്കെ സാരമായിട്ട് ബാധിക്കും. ടെക്നിക്കലി അത് സെർവർ എററൊക്കെ സൃഷ്ടിക്കും. 500, 501 പോലെയുള്ള സെർവർ ഇഷ്യൂസ്, സോഫ്റ്റ്വെയർ എറേഴ്സൊക്കെ കാണിക്കാനുള്ള ഒരു കാരണമായി മാറും. HTSS ഫയലിനകത്ത് ശരിക്കും അതിനകത്ത് എലിജിബിൾ അല്ലാത്ത അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എഡിഷൻ വരുത്തി തെറ്റിക്കുകയോ ഒക്കെ ചെയ്താൽ നമ്മൾ ആഡ് ചെയ്യുന്ന കോഡിനകത്ത് എന്തെങ്കിലും തെറ്റ് വരുത്തിയാലും ശരിക്കും HTSS ഫയൽ വർക്ക് ആവത്തില്ല. അപ്പം ഹിഡൻ ഫയലാക്കി വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം എന്തെങ്കിലും രീതിയിലുള്ള ഒരു എഡിഷൻ വരുമ്പോൾ അത് ഇൻവാലിഡ് എഡിഷൻ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ വെബ്സൈറ്റിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് .htaccess ഫയൽ ഹിഡൻ ആക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ 2 വീഡിയോകളായിട്ട് SEOയുമായിട്ട് ബന്ധപ്പെട്ട് SEO ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്കുള്ള ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ വീഡിയോസാണ്. അപ്പോൾ .htaccess ഫയൽ SEO ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തത്. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.